എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും പേജ് നമ്പർ 13 എടുക്കുക. 13ാമത്തെ പേജിൽ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകൾക്ക് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുകളിലേക്കുമാണ് നമ്മൾ ഇവിടെ പോകുവാനായിട്ട് തോന്നുന്നത്. അവിടെ ആദ്യം തന്നിരിക്കുന്നത് ലെറ്റസ് റിവൈൻഡ് എന്നുള്ളതാണ്. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ലെറ്റസ് റിവൈൻഡ് എന്നുള്ള ആ ഭാഗത്ത് നിന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് റിവിഷൻ നടത്താം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. റീവിസിറ്റ് ദ സ്റ്റോറി ആൻഡ് റെസ്പോണ്ട് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് റീവിസിറ്റ് ദ സ്റ്റോറി, അതായത് ഈ കഥയിലേക്ക് ഒന്നുകൂടെ തിരികെ പോവുക, ഒന്നുകൂടെ ഈ കഥ വായിക്കുക. ആൻഡ് അതിനുശേഷം റെസ്പോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതികരിക്കുക. ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്, താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളിലേക്ക് പ്രതികരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഓൾഡ് മാൻസ് റോൾ ഇൻ ദ സ്റ്റോറി? ഇവിടെ ചോദ്യം ഇതാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ ഓൾഡ് മാൻസ് റോൾ ഇൻ ദ സ്റ്റോറി? എന്താണ് ആ വാർദ്ധക്യത്തിലെത്തിയ വൃദ്ധന്റെ, ആ വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യന്റെ റോൾ അല്ലെങ്കിൽ പങ്ക് ഈ സ്റ്റോറിയിൽ അല്ലെങ്കിൽ ഈ കഥയിൽ എന്നാണ്. ഹൗ ഡസ് ഹിസ് പ്രസൻസ് അഫക്ട് പെലിയോസ് ഫാമിലി? എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം പെലായോയുടെ കുടുംബത്തെ സ്വാധീനിക്കുന്നത്? അഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാധീനിക്കുക. ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാന്നിധ്യം. ഓക്കെ, പെലായോയുടെ ഫാമിലി കുടുംബത്തെ സ്വാധീനിക്കുന്നത്. ഉത്തരം വളരെ ലളിതമാണ്. ദ ഓൾഡ് മാൻ സെർവ്സ് ആസ് എ മിസ്റ്റീരിയസ്. അദ്ദേഹത്തെ, ആ ഓൾഡ് മനുഷ്യനെ ഒരു മിസ്റ്ററി ആയിട്ട് അല്ലെങ്കിൽ ഒരു രഹസ്യാത്മകതയോട് കൂടിയ ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണപ്പെടുന്നത്. പോസിബിളി ഒരുപക്ഷെ ഡിവൈൻ ഫിഗർ, അതായത് ഒരു ദൈവത്വമുള്ള ഒരു വ്യക്തിയായിട്ടാണ്. ഹൂസ് പ്രസൻസ് ഡിസ്റപ്റ്റ്സ് ദ ഓർഡിനറി ലൈഫ് ഓഫ് പെലോസ് ഫാമിലി. അദ്ദേഹത്തിന്റെ ആ സാന്നിധ്യം പെലോയുടെ ആ കുടുംബജീവിതം, സാധാരണയായിട്ടുള്ള ആ പെലോയുടെ കുടുംബജീവിതത്തിനെ എന്ത് ചെയ്യുന്നു? ഡിസ്റപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാകേണ്ട. അല്ലെങ്കിൽ ഡിസ്റ്റർബ്സ്, എന്താണ് ഡിസ്റപ്റ്റ് അല്ലെങ്കിൽ ഡിസ്റ്റർബ്സ് എന്ന് പറയാം. ഓക്കെ, ദ ഓൾഡ് മാൻ സെർവ്സ് ആസ് എ മിസ്റ്ററീസ്. അദ്ദേഹം, ആ ഓൾഡ് മനുഷ്യൻ ഒരു രഹസ്യമായിട്ടാണ് ഇവിടെ കാണപ്പെടുന്നത്. പോസിബിലി ഡിവൈൻ ഫിഗർ, അദ്ദേഹം ഒരുപക്ഷെ ഒരു ഡിവൈൻ, അതായത് ഒരു വിശുദ്ധ ഫിഗർ അല്ലെങ്കിൽ ഒരു വ്യക്തിത്വമായിരുന്നിരിക്കാം. ഹൂസ് പ്രസൻസ്, അവന്റെ സാന്നിധ്യം ഡിസ്റപ്റ്റ്സ് ദ ഓർഡിനറി ലൈഫ് ഓഫ് പെലോസ് ഫാമിലീസ്. പെലോയുടെ കുടുംബത്തിന്റെ സാധാരണ രീതിയിലുള്ള ആ ജീവിതത്തെ ഡിസ്റപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഓർഡിനറി എന്നുള്ളത് സാധാരണ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനീഷ്യലി സീൻ ആസ് എ ബേർഡൻ. ഇനീഷ്യലി, ആദ്യത്തെ പ്രാവശ്യം, ആദ്യം അവനെ ഒരു ബേർഡനായിട്ട് അല്ലെങ്കിൽ ഒരു ഭാരമായിട്ട് അല്ലെങ്കിൽ ഒരു തലവേദനയായിട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ട് കാണുന്നു. ഹി ക്വിക്ലി ബിക്കംസ് എ സോഴ്സ് ഓഫ് പ്രോഫിറ്റ് വെൻ ദ ഫാമിലി ബിഗിൻ ചാർജിങ് ഫീ ടു സീ ഹിം. ഹി, അവൻ ക്വിക്ലി, പെട്ടെന്ന് തന്നെ, ബിക്കംസ് ആയിത്തീരുന്നു, എ സോഴ്സ് ഓഫ് പ്രോഫിറ്റ്, ലാഭം കിട്ടുന്ന ഒരു മാർഗമായിത്തീരുന്നു. വെൻ ദ ഫാമിലി, എപ്പോഴാണോ ആ കുടുംബം, ബിഗിൻ ടു ചാർജിങ്, അതായത് കുടുംബം ചാർജ് ചെയ്യാൻ തുടങ്ങി, എന്ത്, ഫീസ് ടു സീ ഹിം, അവനെ കാണുവാനായിട്ട് വരുന്നവരിൽ നിന്നും കുടുംബം ഫീസ് വാങ്ങാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അതൊരു സോഴ്സ് ഓഫ് ഇൻകം, ഒരു പണസമ്പാദനത്തിന്റെ മാർഗമായി തീർന്നു. ഹിസ് അറൈവൽ ട്രാൻസ്ഫോംസ് ദെയർ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ. അവന്റെ വരവ്, ആരുടെ, ഹിസ് എന്ന് ഉദ്ദേശിക്കുന്ന ഓൾഡ് മാന്റെ അറൈവൽ, വരവ്, ട്രാൻസ്ഫോംസ്, മാറ്റുന്നു, ദെയർ, അവരുടെ, ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, സാമ്പത്തിക സ്ഥിതി. അലവിങ് ദം ടു റൈസ് ഫ്രം പോവർട്ടി ടു കംഫോർട്ട്. അത് എന്താ ചെയ്യുന്നു? അലവിൻ, അത് അവരെ സഹായിക്കുന്നു. ദം, അവരെ, ടു റൈസ്, ഉയർത്തെഴുന്നേൽക്കുവാൻ, ഫ്രം പോവർട്ടി, ദാരിദ്ര്യത്തിൽ നിന്നും, ടു കംഫോർട്ട്, സുഖകരമായിട്ടുള്ള സുഖലോലുപതയിലേക്ക് ഉയർന്നു വരുവാനായിട്ട് അവരെ സഹായിച്ചു. ഓവർ ടൈം, സമയം കഴിഞ്ഞിടത്തോളം, ഹൗവർ, എന്നിരുന്നാലും, ദ ഫാമിലി ഗ്രോസ് ഇൻഡിഫറൻറ്റ് ടു ഹിം. ആ കുടുംബം അവനോട് ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറുവാനായിട്ട് തുടങ്ങി, അതായത് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതെ രീതിയിൽ പെരുമാറുവാനായിട്ട് തുടങ്ങി. ആസ് ഹിസ് നൊവിലിറ്റി ഫെയ്ഡ്സ്, അവനിലുണ്ടായിരുന്ന ആ പുതുമ സമൂഹത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ കുടുംബം അവനോട് ഇൻഡിഫറൻസ് ആയിട്ട്, വലിയ രീതിയിൽ അവനെ ശ്രദ്ധിക്കാതെ ആയിത്തീരുന്നു. ഫെയ്ഡ്സ് ആൻഡ് ഹി ബിക്കം ഫിസിക്കലി വീക്കർ. അതോടുകൂടി അവൻ പിന്നെയും ശാരീരികമായിട്ട് കഷ്ടമുള്ളവനായി തീരുകയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവനായി തീരുകയും ചെയ്യുന്നു. ഇൻ ദ എൻഡ്, അവസാനം, ഹിസ് ക്വയറ്റ് ഡിപ്പാർച്ചർ ബ്രിങ്സ് എലിസണ്ട സെൻസ് ഓഫ് റിലീസ്. അവസാനം അവന്റെ ശാന്തമായിട്ടുള്ള ഡിപ്പാർച്ചർ, അതായത് അകന്നുള്ള പോക്ക് അവരുടെ കുടുംബത്തിൽ നിന്നും, ബ്രിങ്സ്, കൊണ്ടുവരുന്നു, എലിസണ്ട എ സെൻസ് ഓഫ് റിലീഫ്, എലിസണ്ടയ്ക്ക് ഒരു റിലീഫ് അല്ലെങ്കിൽ ഒരു ആശ്വാസം കൊണ്ടുവരുന്നു. സജസ്റ്റിംഗ് ദാറ്റ്, അത് സജസ്റ്റ് ചെയ്യുന്ന എന്താണ്? ഹിസ് റോൾ വാസ് ബോത്ത് എ ബ്ലെസ്സിങ് ആൻഡ് എ ബർഡൻ. അവന്റെ റോള് ഒരു അനുഗ്രഹവുമായിരുന്നു, അതോടൊപ്പം തന്നെ അവർക്ക് ഒരു ഭാരവുമായിരുന്നു അല്ലെങ്കിൽ ഒരു ദുരിതവുമായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഇത് ഈ
പെലായോയുടെ ഫാമിലിയെ അഫക്റ്റ് ചെയ്തത് ഒരു രീതിയിൽ ഒരു അനുഗ്രഹമായിരുന്നു, അതോടൊപ്പം തന്നെ അതൊരു ശാപവുമായിരുന്നു എന്നുള്ള രീതിയിലാണ് അത് അഫക്റ്റ് ചെയ്തത്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, മെൻഷൻ എനി 2 traits ഓഫ് ദ ഓൾഡ് മാൻ ദാറ്റ് ഇംപ്രസ് യു. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന മെൻഷൻ എനി 2 traits ഓഫ് ദി ഓൾഡ് മാൻ, ആ വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യന്റെ ഏതെങ്കിലും 2 സ്വഭാവം നമ്മളെ ഇംപ്രസ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ നമ്മളെ എക്സൈറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മളെ അതിശയിപ്പിച്ചത്, അല്ലെങ്കിൽ ത്രില്ലടിപ്പിച്ചതായിട്ടുള്ള 2 സ്വഭാവം നമ്മളോട് മെൻഷൻ ചെയ്യുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒന്നാമതായിട്ട്, ദ ഓൾഡ് മാൻസ് അൺഷേക്കബിൾ പേഷ്യൻസ് ഈസ് ഡീപ്ലി മൂവിങ്. ഹി എൻഡ്യൂഴ്സ് ക്രൂവാലിറ്റി ആൻഡ് നെഗ്ലക്ട് വിത്തൗട്ട് റെസിസ്റ്റൻസ് ഓർ ആങ്കർ. ഇവിടെ എന്താണ്? ദ ഓൾഡ് മാൻസ് അൺഷേക്കബിൾ പേഷ്യൻസ്, അതായത് ആ മനുഷ്യന് ഒത്തിരി എന്താണ് പറയുന്നത്, പേഷ്യൻസ് ഉണ്ടായിരുന്നു, ഒരു ശാന്തത ഉണ്ടായിരുന്നു. ആ മനുഷ്യന്റെ ചലനം മാറ്റം സംഭവിക്കുവാൻ സാധിക്കാത്ത രീതിയിൽ അവനിലുണ്ടായിരുന്ന ശാന്തത നമ്മളെ വളരെയധികം മാനസികമായിട്ട് അവനിലേക്ക് അടുപ്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ഒരു ഫീലിംഗ് തരുന്നു. ഹി എൻഡ്യൂവേഴ്സ് ക്രൂവാലിറ്റി, അവൻ എന്ത് ചെയ്യുന്നു? എൻഡ്യൂവേഴ്സ്, സഹിക്കുന്നു. എന്ത്? ക്രൂവാലിറ്റി, ക്രൂരത. അവൻ എന്താണ് ചെയ്യുന്നത്? അവൻ ടോളറേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സഹിക്കുന്നു. ക്രൂവാലിറ്റി ആൻഡ് നെഗ്ലക്ട്, അവൻ നെഗ്ലക്ട് ചെയ്യുന്നു. വിത്തൗട്ട് റെസിസ്റ്റിംഗ് ഓർ ആങ്കർ, അതുപോലെ തന്നെ എന്താണ്? അവൻ വിത്തൗട്ട് റെസിസ്റ്റൻസ് ഓർ ആങ്കർ, അവന് ഈ കിട്ടുന്ന ക്രൂരതയൊക്കെ അവൻ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വിത്തൗട്ട് റെസിസ്റ്റൻസ്, അതിനെതിരെ പ്രതികരിക്കാതെയോ എന്തെങ്കിലും ദേഷ്യം കാണിക്കാതെയോ അവൻ അതെല്ലാം സഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവനിൽ കാണുന്ന എന്താണെന്ന് ചോദിച്ചാൽ അൺഷേക്കബിൾ, അവനിൽ മാറ്റമില്ലാത്ത ഒരു ശാന്തത, പേഷ്യൻസ് ആണ് അവനിൽ ഉള്ളത്. അത് ഒന്നാമതായിട്ടുള്ള അവന്റെ ഒരു സ്വഭാവമാണ്. രണ്ടാമതായിട്ട്, ഹിസ് ഡിഗ്നിഫൈഡ് സൈലൻസ് സ്റ്റാൻഡ്സ് ഔട്ട്, അവന്റെ ആ മഹത്വപൂർണമായിട്ടുള്ള ആ ഒരു നിശബ്ദത, അത് സ്റ്റാൻഡ് ഔട്ട്, എല്ലാത്തിനും മുൻപിലായിട്ട് നിൽക്കുന്നു. ആസ് ഹി നെവർ ബെഗ് ഫോർ ഹെൽപ്പ്, അതായത് അവനെ അവിടെ കോഴിക്കൂട്ടിലാണ് പിടിച്ചിട്ടിരിക്കുന്നത്. ആ കോഴിക്കാട്ടത്തിന്റെ മണങ്ങളൊക്കെ അവൻ അനുഭവിക്കുന്നുണ്ട്. പുതപ്പില്ലാതെ അവൻ അതിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നിന്നിട്ട് പോലും ഹി നെവർ ബെഗ്സ്, അവൻ യാചിക്കുന്നില്ല. ഫോർ ഹെൽപ്പ്, അവൻ ഒരു സഹായത്തിന് വേണ്ടി യാചിക്കുന്നില്ല. നോ ട്രൈസ് ടു എക്സ്പ്ലെയിൻ ഹിംസെൽഫ്, അവന്റെ അവസ്ഥയെക്കുറിച്ച് ആരോടും വിവരിക്കുവാനും തയ്യാറാകുന്നില്ല. അക്സെപ്റ്റിംഗ് ഹിസ് ഫേറ്റ് വിത്ത് ക്വയറ്റ് ഗ്രേസ്, അവന് കിട്ടിയിരിക്കുന്ന ആ വിധി, ഫേറ്റ് എന്ന് വെച്ചാൽ വിധി, ക്വയറ്റ് ഗ്രേസ്, അവന് കിട്ടിയിരിക്കുന്ന വിധിയെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമതായിട്ട്, ഹിസ് റെലിസൻസ് ഈസ് റിമാർക്കബിൾ. ആ മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന്റെ ആ റെലിസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാഹചര്യങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്വഭാവ പ്രവണത ഈസ് റിമാർക്കബിൾ. അത് വളരെയധികം നമ്മൾ പറയേണ്ടതാണ്, അല്ലെങ്കിൽ ചൂണ്ടിക്കാട്ടേണ്ടതാണ്, അല്ലെങ്കിൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഈവൺ ഇൻ വീക്ക്നെസ്, അവൻ ആ വളരെ ശക്തിയില്ലാത്ത അവസ്ഥയിൽ, ശക്തിയില്ലാത്ത അവസ്ഥയിൽ, ഹി സർവൈവ്സ് ഹാർഡ്ഷിപ്പ്, അവൻ പ്രയാസങ്ങൾ അവൻ അഭിമുഖീകരിക്കുന്നു, എന്നിട്ടും അവൻ ആ പ്രയാസങ്ങളിലും അവൻ അതിജീവിക്കുന്നു, സർവൈവ്സ്, അതിജീവിക്കുന്നു. ആൻഡ് അൾട്ടിമേറ്റ്ലി റീഗെയിൻസ് സ്ട്രെങ്ത് ടു ഫ്ലൈ അവേ, അവസാനം അവൻ എന്ത് ചെയ്യുന്നു? ആ പ്രയാസങ്ങളിലൂടെ എല്ലാം കടന്നു പോയിട്ട് പോലും അവൻ ആരോഗ്യം വീണ്ടെടുത്ത് അവൻ പറന്ന് പോകുന്നു. ദീസ് ട്രേറ്റ്സ് ഗീവ് ഹിം എ ക്വൈറ്റ് നൊബിലിറ്റി ദാറ്റ് കോൺട്രാക്ട്സ് ഷാർപ്ലി വിത്ത് ദ കേവോസ് അറൗണ്ട് ഹിം. ഈ സ്വഭാവങ്ങളെല്ലാം അവന് ഒരു നൊബിലിറ്റി, അല്ലെങ്കിൽ അവനൊരു മഹത്വം, അല്ലെങ്കിൽ ഒരു ആഠ്യത്വം നൽകുന്നു. ആ ഒരു നല്ല സ്വഭാവം, ദാറ്റ് കോൺട്രാക്ട്സ് ഷാർപ്ലി വിത്ത് ദ കേവോസ് അറൗണ്ട് ഹിം, ഇത് നേരെ വിപരീതമായിട്ടാണ്. അവന്റെ ചുറ്റിനും അവൻ വളരെ ശാന്തത കാണിക്കുമ്പോൾ അവന്റെ ചുറ്റിലും എന്താണ്? വളരെ കേവോസ് ആയിട്ട്, ശാന്തത ഒട്ടുമില്ലാത്ത ഒരവസ്ഥയാണ് അവിടെ കാണുവാനായിട്ട് പോകുന്നത്. അപ്പൊ അതുമായിട്ട് ഇതിന് യാതൊരു രീതിയിലും താരതമ്യപ്പെടാൻ പറ്റില്ല. അവൻ നേരെ അവന്റെ ചുറ്റുപാടുമുള്ള സമൂഹത്തിന്റെ പ്രവണതയ്ക്ക് നേരെ വിപരീതമായിട്ടാണ് അവനെ കാണിച്ചു തരുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പാർട്ടിലേക്ക് പോവുകയാണ്, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്.